ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി 4 മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 അൺവെയ്റ്റഡ് മെത്തേഡ്സും 2 വെയ്റ്റഡ് മെത്തേഡ്സും. അൺവെയ്റ്റഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ്സിൽ വരുന്നത് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും സിമ്പിൾ ആവറേജ് റിലേറ്റീവും. മറ്റൊന്ന് വെയ്റ്റഡ് മെത്തേഡ്സിൽ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് റിലേറ്റീവ്സ് മെത്തേഡുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓരോന്നോരോന്ന് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡിൽ the aggregate of prices of all the commodities in the current year is expressed as a percentage of the aggregate of prices in the base year. അതായത് കറൻറ്റ് ഇയറിലെ എല്ലാ ഐറ്റങ്ങളുടെയും അഗ്രിഗേറ്റ് പ്രൈസ് ബേസ് ഇയറിലെ അഗ്രിഗേറ്റ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ആയി കാണിക്കുകയാണ് ഈ മെത്തേഡിലൂടെ ചെയ്യുന്നത്. ഇവിടെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 എന്നുള്ളതാണ്. ഇവിടെ P1 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറൻറ്റ് ഇയറിലെ പ്രൈസിനെയാണ്. കറൻറ്റ് ഇയർ പ്രൈസ് ഓഫ് കറൻറ്റ് ഇയർ. P0 എന്നുള്ള ഉദ്ദേശിക്കുന്നത് ബേസ് ഇയറിലെ പ്രൈസാണ്. പ്രൈസ് ഓഫ് ബേസ് ഇയർ. ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്. ഇവിടെ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഓരോ കോമഡിറ്റിയുടെയും പ്രൈസ് റിലേറ്റീവ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പ്രൈസ് റിലേറ്റീവ് മനസ്സിലാക്കുന്നത് കറൻറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ ബേസ് പ്രൈസ് ഇൻറ്റു 100 എന്ന രൂപത്തിലാണ്. അങ്ങനെ കിട്ടുന്നത് ഇത് നമുക്ക് ഇങ്ങനെ ഡെനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് P1 ബൈ P0 ഇൻറ്റു 100 എന്ന് പറയാം. ഈ പ്രൈസ് റിലേറ്റീവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ ജോമെട്രിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് ഇൻഡെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഫോർമുലകളാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ദാറ്റ് ഈസ് പ്രൈസ് ഇൻഡെക്സ് യൂസിങ് അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയാം. ഇൻഡെക്സ് നമ്പർ ഈസ് given by the formula sigma I by n എന്ന്. ഇവിടെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈസ് റിലേറ്റീവ് ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് സിഗ്മ I by n ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മറ്റൊന്ന്, ഇഫ് വി ആർ യൂസിങ് ജോമെട്രിക് മീൻ, ദെൻ ജോമെട്രിക് മീൻ ആണെങ്കിൽ അവിടെ ഇൻഡെക്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ദർ ഇൻഡെക്സ് നമ്പർ ഈസ് ഈക്വൽ ടു ആൻറ്റിലോഗ് ഓഫ് സിഗ്മ ലോഗ് I ബൈ n എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് നമുക്കിവിടെ ഓർത്തിരിക്കാനുള്ളത്. അരിത്മെറ്റിക് മീൻ ആണെങ്കിൽ അതുപോലെ ജോമെട്രിക് മീൻ ആണെങ്കിൽ ഈ ഫോർമുലയുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൂന്നാമത്തെ മെത്തേഡ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡാണ്. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ ഓരോ കോമഡിറ്റിക്കും അവയുടെ റിലേറ്റീവ് ഇമ്പോർട്ടൻറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് വെയ്റ്റ് നമ്മൾ അസൈൻ ചെയ്യും. വെയ്റ്റ് ആയി എടുക്കുന്നത് എത്ര എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു എന്നോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തു എന്നതോ പോലെയുള്ള കാര്യങ്ങളാണ്. ഈ മെത്തേഡിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഫോർമുലകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് പറയാം. ഒന്ന് ലാസ്പേഴ്സ് ഫോർമുലയാണ്. ഇവിടെ നമ്മൾ ഫോർമുല ഉപയോഗിക്കുന്നത് ലാസ്പേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 എന്ന് പറയും. അതുപോലെ മറ്റൊരു ഫോർമുലയാണ് പാർഷ്യസ് ഫോർമുല. പാർഷ്യസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് പാർഷ്യസ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100 എന്നുള്ളതാണ്. ഇവിടെ we can see that current year quantities form the weight, so it does not require quantities of the base year consumption. അതിൽ മൂന്നാമത്തെ ഫോർമുലയാണ് ഫിഷേഴ്സ് ഫോർമുല. ഫിഷേഴ്സ് ഫോർമുല നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുക ഇറ്റ് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ലാസ്പേഴ്സ് ആൻഡ് പാർഷ്യസ് ഫോർമുലാസ്. നമുക്കറിയാം ജോമെട്രിക് മീനാണ് ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാവുന്ന ബെസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് അറിയപ്പെടാറുണ്ട്.
ഫിഷേഴ്സ് ഫോർമുലയിലൂടെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫിഷേഴ്സ് ഫോർമുല ഫോർ ഇൻഡെക്സ് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ P1 Q0 divided by sigma P0 Q0 into sigma P1 Q1 divided by sigma P0 Q1 into 100 എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആയിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ ഫിഷേഴ്സ് ഫോർമുലയാണ്. The main drawback of this method is that it is difficult to compute without base year and current year price and quantities. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫോർമുലയാണ് ബൗലി ഡോർബിഷ് ഫോർമുല, അല്ലെങ്കിൽ അതിനെ LP ഫോർമുല എന്ന് പറയും. LP ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്പേഴ്സ് ആൻഡ് പാഷസ് ഫോർമുലയുടെ അരിത്മെറ്റിക് മീനാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് where index number equal to half of sigma P1 Q0 divided by sigma P0 Q0 plus sigma P1 Q1 divided by sigma P0 Q1 into 100 എന്നുള്ളതാണ്. അതാണ് നമ്മൾ LP ഫോർമുല എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു ഫോർമുല ഉള്ളത് മാർഷൽ എഡ്ജ്വർത്ത് ഫോർമുലയാണ്. അതിലൂടെ ഇൻഡെക്സ് നമ്പർ നമുക്ക് കാണാൻ കഴിയുക ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 all divided by സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1 ഇൻറ്റു 100 എന്ന്. ഇനി വേറൊന്ന് പറയാനുള്ളത്, അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള മറ്റൊരു ഫോർമുല കെല്ലീസ് ഫോർമുലയാണ്. കെല്ലീസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് വേർ ഇൻഡെക്സ് നമ്പർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ സിഗ്മ P1 Q ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q ഇൻറ്റു 100 എന്നാണ്. ഇവിടെ Q എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് Q ഈസ് യൂഷ്വലി ദ ആവറേജ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് കൺസ്യൂംഡ് ഫോർ 2 or more years. നമുക്ക് ഇത്രയും കാര്യങ്ങളുടെ എക്സാമ്പിൾസ് ഒന്ന് ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പ്യൂട്ട് ദ പ്രൈസ് ഇൻഡെക്സ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ദ ഡാറ്റ ഈസ് ഗിവൺ ദാറ്റ് commodities A, B, C, D, E, F is given and their prices in 2005 and 2008 is also given. Using this data, calculate price index using simple aggregative method and simple average of price relative method. ഈ രണ്ട് മെത്തേഡുകളിലും സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡിലും സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡിലും കറണ്ട് ഇയറിലെ പ്രൈസും ബേസ് ഇയറിലെ പ്രൈസും P0 P1 എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണം. അതിന് വേണ്ട ടേബിൾ നമുക്ക് അതൊന്ന് ഫോം ചെയ്യാം. ഇവിടെ കറണ്ട് ഇയർ 2008ഉം ബേസ് ഇയർ 2005 ആണ്. അപ്പോൾ 2005 ഡാറ്റ നമുക്ക് P0 എന്നെടുക്കാം. ദാറ്റ് ഈസ് P0 ഈസ് 20, 30 ആ വാല്യൂസ്. അപ്പോൾ P0 എന്ന് പറയുന്ന വാല്യൂസ് ഇങ്ങനെയാണ് കിട്ടുക. അതുപോലെ P1 എന്നത് നമ്മുടെ കറണ്ട് ഇയറിലെ പ്രൈസാണ്. അതായത് 25, 30, 15, 35, 45, 55 ഇത്രയും കിട്ടും. ഇനി ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് സിഗ്മ P1ഉം സിഗ്മ P0ഉം നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ സിമ്പിൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൈസ് റിലേറ്റീവും കൂടെ ഓരോ കോമഡിറ്റിയും പ്രൈസ് റിലേറ്റീവും കൂടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പ്രൈസ് റിലേറ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്തത് I = P1 by P0 into 100 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ P1 by P0 into 100 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓരോ വാല്യൂസും കിട്ടുന്നത് 125, 100, 150, 140, അതുപോലെ 112.5, 110 ഇത്രയാണ് കിട്ടുക. ഇനി ഇവയുടെ എല്ലാം സമ്മ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സമ്മ് എടുക്കുന്നതാണെങ്കിൽ സിഗ്മ P0 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് 175 എന്ന് കിട്ടും. അതുപോലെ P1 സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 205 കാണാം. അതുപോലെ I 737.5 എന്നുണ്ടാവും.
ഇനി നമുക്ക് അരിത്മെറ്റിക് മീനും ജിയോമെട്രിക് മീനും ഉപയോഗിച്ചുകൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഐയുടെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഗ് ഐ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ലോഗ് ഐ. ഇപ്പോൾ ലോഗിൽ എടുക്കുന്ന സമയത്ത് ഇവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് 2.0969, 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതുപോലെ 2.1761, 2.1461, 2.0511, 2.0414 എന്ന് കിട്ടും. ഈ സിഗ്മ ലോഗ് ഐ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത് 12.5116 എന്നാണ് കിട്ടുക. ഇനി ഈ വാല്യൂസ് ഓരോന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലെ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും സിമ്പിൾ ആവറേജ് മെത്തേഡിലും എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡാണ്. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്. അവിടെ ഇൻഡെക്സ് നമ്പർ ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു? ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100 എന്നാണ്. ദാറ്റ് ഈസ് 205 ഡിവൈഡഡ് ബൈ 175 ഇൻറ്റു 100 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 117.143 എന്നാണ് ഉണ്ടാവുക. ഇനി സിമ്പിൾ ആവറേജ് റിലേറ്റീവ് ആണ് ആവശ്യമുള്ളത്. സിമ്പിൾ ആവറേജ് റിലേറ്റീവ്. സിമ്പിൾ ആവറേജ് റിലേറ്റീവിൽ അരിത്മെറ്റിക് മീൻ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ ഐ ബൈ എൻ എന്നുള്ളതാണ്. ഇവിടെ സിഗ്മ ഐ നമുക്ക് കിട്ടിയത് 737.5 എന്നാണ്. ഇവിടെ എൻ എന്ന് ഉദ്ദേശിക്കുന്നത് 5 ഐറ്റംസ് ആണ് നമുക്കവിടെ കാണാൻ കഴിയുക. 5 അല്ല, 1 2 3 4 5 6 ഐറ്റംസ് നമുക്ക് കാണാം. ദാറ്റ് ഈസ് n equal to 6. സോ ദ വാല്യൂ ഈസ് 122.92 എന്നുണ്ടാവും. ഇനി ജിയോമെട്രിക് മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇഫ് യൂസ് ജിയോമെട്രിക് മീൻ ദെൻ ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു ആൻറ്റിലോഗ് ഓഫ് സിഗ്മ ലോഗ് ഐ ബൈ n. That is equal to antilog of 12.5116 divided by 6. That is equal to antilog of 2.0853 എന്ന് കിട്ടും. That is equal to 121.7 എന്ന് വാല്യൂ കിട്ടും. ഇതാണ് വളരെ ഈസി ആയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് കാണാനുള്ള രണ്ട് മെത്തേഡുകൾ എന്ന് പറയുന്നത്.